തക്കാളി ചട്നി ഉണ്ടാക്കാം. ആവശ്യത്തിന് സവാള നീളത്തിൽ ചെറുതായി കീറിയെടുക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പിൽ വയ്ക്കാം. ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ ഒഴിച്ചതിന് ശേഷം അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള അല്പം ഉപ്പ് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് കീറി അതിലേക്കിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വഴറ്റിയെടുക്കാവുന്നതാണ്. അതിനുശേഷം ആവശ്യത്തിന് തക്കാളി 1-2 തക്കാളി ചെറുതായിട്ട് കീറിയെടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അടച്ചു വെച്ച് വേവിക്കാം. ഇതിലേക്ക് ശകലം ഉലുവ ചേർക്കാം. ഉലുവയില്ലെങ്കിൽ ഉലുവപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. കൂടാതെ ഒരല്പം മുളക് പൊടി, പിന്നെ കായപ്പൊടി, ഇത് മൂന്നും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നമ്മുടെ സാധനം ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം. ചൂടെല്ലാം പോയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ തക്കാളി ചട്നി റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.